ഗൈസ്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടും പ്ലേ സ്റ്റോറിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇനിയും നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കണിൽ ആളെന്നതും എനേബിൾ ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പം ഗൈസ്, നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇൻസ്റ്റാൾ ആയ ശേഷം നിങ്ങൾ ഓപ്പൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ജിമെയിൽ ഐ ഡി വെച്ചാണ്. അപ്പോൾ നിങ്ങൾ ഫോണിൽ സൈൻ വെച്ച് ഏതെങ്കിലും ഒരു ഗൂഗിൾ ഐ ഡി നിങ്ങൾക്കിവിടെ താഴെയായിട്ട് ഗൂഗിളിൻ്റെ ഐ ഡി കാണാൻ പറ്റും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഗൈസ്, അപ്പോൾ നിങ്ങൾ ജിമെയിൽ കൊടുത്ത ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ വരുന്നതായിരിക്കും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ പറ്റും. ഇതൊരു ഗെയിം കളിച്ച് paytem ക്യാഷ് ഏൺ ചെയ്യുന്ന വെബ്സൈറ്റാണ്. എന്നാൽ കൂടി തന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ കൂടെ അല്ലാതെയും ഗെയിം കളിക്കാതെയും നമുക്ക് മണി ഏൺ ചെയ്യാൻ പറ്റും. അതിനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് മോർ എന്നൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മോർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഡെയിലി ബോൺസ് ആയിട്ടൊരു 1000 കോയിൻ കിട്ടുന്നുണ്ട്. ആ 1000 കോയിൻ നിങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഗെറ്റ് ബോൺസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും. അപ്പോൾ ഒരു ട്രിക്ക് ഉണ്ട്. നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട. നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാളെ ആഡ് എന്നുള്ളിടത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റാളെ ആഡ് എന്നുള്ളിടത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന വഴി നിങ്ങൾക്ക് ഇതിലൊക്കെ ഒരു ആഡ്സ് വരും. ആ ആഡ്സിൽ കാണുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ ഇൻസ്റ്റാളെ ആഡ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലോഡാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഒരു ആഡ്സ് ലോഡാവാൻ നിങ്ങൾക്ക് കണ്ട ഇൻസ്റ്റാൾ ആപ്പ് നൗ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പം ആഡ് ക്ലോസ് ആവുന്നതിന് മുമ്പായിട്ട് ഇൻസ്റ്റാൾ എന്ന ഈ ആഡ്സിൻ്റെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് കാണിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യും. ഓർക്കുക, നിങ്ങൾ പ്ലേ സ്റ്റോറിലെ ആപ്ലിക്കേഷൻ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രിക്ക് വർക്കാവും. പ്ലേ സ്റ്റോറിന് വെളിയിലുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ പരസ്യം കാണിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല. അവർ കാണിക്കുന്ന ആപ്ലിക്കേഷൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഇൻസ്റ്റാൾ നൗ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരെ ക്രോം ബ്രൗസറിലോട്ടാണ് ഒന്ന് പോകുന്നത്. ക്രോം ബ്രൗസറിലോട്ടും അല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിലോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇവർ പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടില്ല. KB എന്ന് സെർച്ച് ചെയ്തതിനും ഏതെങ്കിലും ചെറിയ സൈസിലൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതും ആ ഒരു സൈൻ അപ്പ് ബോണസ് ആഡ് ആവുന്നതായിരിക്കും. ഇപ്പം നമുക്കിവിടെ വന്നിരിക്കുന്നത് പ്ലേ സ്റ്റോറിന് വെളിയിലുള്ളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തേ പറ്റും. അപ്പോൾ ഡൗൺലോഡ് ആപ്പ് എന്നുള്ളിടത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് നിങ്ങൾ ഒന്നേന്ന് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ആഡ്സ് കാണിക്കും. ആ ആഡ്സിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. ഒരു 18 സെക്കൻഡ് ഇപ്പോൾ എന്താണ് ഇവിടെ ഇൻസ്റ്റാൾ നൗ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആഡ്സ് ക്ലോസ് ആവുന്നവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാൾ നൗ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഇൻസ്റ്റാൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഇപ്പം പ്ലേ സ്റ്റോറിലോട്ട് വന്നിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ വന്നതിന് ശേഷം നിങ്ങൾ സെർച്ച് ചെയ്യുന്ന അവിടെ KB എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. KB എന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് KB സൈസുള്ള ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഏറ്റവും കുറഞ്ഞ 1 MB പോലും ഇല്ലാത്ത ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാണ്ട് ഇപ്പം നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഒരു 10 KB മാത്രമുള്ള ഫ്ലാഷ് ടോർച്ച് എന്ന് പറയും. നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് തന്നെ ഇൻസ്റ്റാൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയതിന് ശേഷം ഓപ്പൺ ആവുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ നമ്മൾ ഇപ്പം വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻ തന്നെ പറയും ഒരു 18 സെക്കൻഡ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ 18 സെക്കൻഡ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ ബാക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു 1000 കോയിൻ നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വാലറ്റിലേക്ക് ആഡ് ആവും. അത് പിന്നെ കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് paytm വാലറ്റിലേക്ക് വിഡ്രോ ചെയ്യാനും പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ 200 കോയിൻ നമുക്ക് ആഡ് ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓക്കെ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇതേപോലെ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 200 കോയിൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതിനുശേഷം നിങ്ങൾ ബാക്ക് ഇറങ്ങിയ ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഫസ്റ്റ് ഞാൻ അവരുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് 50 കോയിൻ കിട്ടും. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ഇടപെടും. നിങ്ങൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ യൂട്യൂബ് ചാനലുകൾ കാണാൻ സാധിക്കും. ആ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് 50 + 50 വെച്ച് ഒരു 100 കോയിൻ കിട്ടും. അപ്പോൾ ഇതൊരു paytm മണി ഏൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നിരവധി ആഡ്സ് വരും. നിങ്ങൾ അതെല്ലാം ഒന്ന് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. ആഡ്സ് സ്കിപ്പ് ചെയ്ത് ബാക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് 100 കോയിൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ 300 കോയിൻ ആവും. അപ്പോൾ നിങ്ങൾ ബാക്ക് ഇറങ്ങി നിങ്ങൾക്ക് സ്പിൻ ആൻഡ് വിൻ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്പിൻ ചെയ്യാനൊരു ഓപ്ഷൻ വരും. നിങ്ങൾക്ക് ടോട്ടൽ 20 സ്പിന്നുണ്ട്. ഡെയിലി നിങ്ങൾക്ക് 20 സ്പിന്നുണ്ട്. അപ്പോൾ 20 സ്പിന്നും ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ ഈ ഒരു സ്പിന്നിനകത്ത് ബെറ്റർ നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോ സ്പിന്നും നിങ്ങൾക്ക് വെറുതെ ആകത്തില്ല. അപ്പോൾ നിങ്ങൾ സ്പിന്നെന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അക്കം വരും. ആ ഒരു അക്കം നിങ്ങളുടെ കോയിൻ നിങ്ങളുടെ വാലറ്റിലേക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വാലറ്റിലേക്ക് ആഡ് ആവും. അത് പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ paytm അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും.
അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലോഡാവുന്നതാണ്. ഓരോ സ്പിന്നിലും ഒരു ആഡ്സ് വരും. അപ്പോൾ ആഡ്സ് സ്കിപ്പ് ചെയ്യുമ്പോഴെങ്കിൽ നിങ്ങൾക്ക് സക്സസ്ഫുള്ളായിട്ട് കോയിൻ ആഡ് ആകുമെന്ന് പറഞ്ഞുള്ളത് കാണിക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ ആഡ്സ് ലഭ്യമായിട്ടുണ്ട്. ഈ ഒരു ആഡ്സ് വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു ആഡ്സ് വന്നാൽ മാത്രമേ നമ്മുടെ കോയിൻ സക്സസ്ഫുള്ളായിട്ട് ആഡ് ആവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആഡ്സ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ആഡ്സ് ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കോയിൻ ആഡഡ് സക്സസ്ഫുള്ളി. അപ്പോൾ നമുക്കിവിടെ 6 വീണത്. അപ്പോൾ നമുക്കിവിടെ മേളിൽ നോക്കി കാണും ടോട്ടൽ നമുക്ക് 206 കോയിനാണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് കാണാം. അതേപോലെ നിങ്ങൾ 200 സ്പിന്നും നിങ്ങൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ബാക്കിലോട്ട് വന്ന് നിങ്ങൾക്ക് സർവേ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് സർവേ ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. ആ സർവേ നിങ്ങൾ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സർവേ നിങ്ങൾ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ കോയിൻ നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൽ നിന്ന് എങ്ങനെയൊക്കെ മണി ഏൺ ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് മണി ഏൺ ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഏറ്റവും മുകളിലായിട്ട് ഇൻവൈറ്റ് എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഫ്രണ്ടിനെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് 250 കോയിൻ കിട്ടും. അപ്പം ടോട്ടൽ നിങ്ങൾക്ക് ഇനി നമുക്ക് ഇതിൻ്റെ വിഡ്രോ നോക്കാം. ഇതിൻ്റെ വിഡ്രോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് ഓപ്ഷനായിട്ട് കാണാൻ പറ്റും വാലറ്റ് എന്ന് പറഞ്ഞ്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എങ്ങനെയൊക്കെ കോയിൻ കിട്ടിയതിൻ്റെ കോയിൻ നിങ്ങൾക്ക് ഹിസ്റ്ററി എല്ലാം കാണാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ കറൻറ്റ് ബാലൻസ് 206 കോയിനാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് റൈറ്റ് സൈഡിൽ റെഡീം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ റെഡീം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുന്ന വഴി നമുക്ക് ഈ ഒരു കോയിൻ നമ്മുടെ paytm വാലറ്റിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. കോയിനായിട്ടല്ല, നമുക്ക് പൈസ ആയിട്ടായിരിക്കും കിട്ടുന്നത്. മിനിമം വിഡ്രോ വരുന്നതെന്ന് വെച്ചാൽ 50 രൂപയാണ്. അപ്പോൾ നിങ്ങൾ റെഡീം എന്നുള്ളിടത്ത് നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് paytmലേക്ക് മാത്രമല്ല വിഡ്രോ വരുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് 5000 കോയിൻ ഉണ്ടെങ്കിൽ 50 രൂപയായിട്ട് വിഡ്രോ ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് 500 രൂപ ഡെയിലി വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. സിമ്പിൾ ടാസ്ക്. അതായത് നിങ്ങൾക്ക് സ്പിൻ ചെയ്തുകൊണ്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടും അതേപോലെ ഡെയിലി ബോണസ് ക്ലെയിം ചെയ്തുകൊണ്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് സർവേകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടും അതേപോലെ നിങ്ങൾക്ക് ഗെയിം കളിച്ചുകൊണ്ടും നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഒരു ബെസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ബോൺസ് അവർ പറയുന്ന ആപ്ലിക്കേഷൻ ഒരു 100-150 MB ഉള്ളതാണ്. നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ KB എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇൻ്റർനെറ്റും കുറച്ച് നെറ്റ് ഉപയോഗിച്ചും അതുപോലെ തന്നെ മൊബൈൽ സ്റ്റോറേജും കുറച്ച് യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾക്ക് സക്സസ്ഫുള്ളായിട്ട് ആഡ് ആവുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്ലേ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ആഡ്സ് വരും. ആഡ്സ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഗെയിം കളിച്ച് മണി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനിലേക്ക് എത്തും. അവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഗെയിം കളിച്ചുകൊണ്ട് മണി ഏൺ ചെയ്യാൻ പറ്റും. അപ്പം നമുക്കിപ്പോൾ 12 സെക്കൻഡിൻ്റെ ഉള്ള ഒരു ആഡ്സാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ആഡ്സ് നമുക്ക് ക്ലോസ് ചെയ്യണം. അപ്പം ഇപ്പം ഇവിടെ നമ്പർ കൗണ്ട് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കൗണ്ടിങ് നമ്പർ 0 ആയിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻറ്റു ചിഹ്നം വരും. അത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആഡ് നമുക്ക് സക്സസ്ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ക്ലോസിൻ്റെ ഐക്കൺ ഉണ്ട്. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് ഗെയിം. ഈ ഒരു ഗെയിം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരേ കളറെല്ലാം ഒരുമിച്ചാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് വിന്നാകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഗെയിമും കൂടി ഒന്ന് കളിച്ചു നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ആപ്പ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇഷ്ടമായി കാണും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പേയ്മെൻറ്റ് വെരിഫൈഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ ഒരു പേയ്മെൻറ്റ് പ്രൂഫ് നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ നാളെയോ ഇന്നോ വൈകുന്നേരമോ കമ്മ്യൂണിറ്റി ടാബ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് കാണാൻ പറ്റും. അപ്പം ഗൈസ്, ഇത്ര ഒരു വീഡിയോ ഉള്ളൂ. അപ്പം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.